നമ്മൾ ദിവസവും വാർത്തകളിൽ കേൾക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ഇസ്രായേൽ, ഇറാൻ. പക്ഷേ സത്യത്തിൽ ഇവർക്കിടയിൽ നടക്കുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് ഒരു യുദ്ധം തന്നെയാണ്. പക്ഷേ ലോകം മുഴുവൻ കാണാത്ത യുദ്ധം. കാരണം ഈ യുദ്ധം ബോംബുകൾ കൊണ്ടല്ല തുടങ്ങിയത്. ഇത് ആരംഭിച്ചത് ഭയത്തിൽ നിന്നാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കഥ വാർത്തകളിൽ മുഴുവനായി പറയാത്ത കഥയാണ്. കാരണം ഒരു കാലത്ത് ഇസ്രായേലും ഇറാനും ശത്രുക്കളായിരുന്നില്ല. അതെ, അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും അതിശയമാകാം. 1948 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും എതിർത്തു. പക്ഷേ ഇറാൻ ശാന്തമായി ബന്ധം നിലനിർത്തി. ഓയിൽ ട്രേഡ് ഉണ്ടായിരുന്നു, ഇൻ്റലിജൻസ് കോഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു, സീക്രട്ട് മീറ്റിംഗ്സ് വരെ നടന്നിരുന്നു. പക്ഷേ ഒരു സംഭവം ചരിത്രം മുഴുവനായി മാറ്റി. 1979 ഇറാനിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ജനങ്ങൾ തെരുവിലിറങ്ങി. രാജാവ് അധികാരം നഷ്ടപ്പെട്ടു. ഒരു മതനേതാവ് രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ആ ദിവസം മുതൽ ഇറാൻ തൻ്റെ ഐഡൻറ്റിറ്റി മാറ്റി. അവർ പ്രഖ്യാപിച്ചു, ഇസ്രായേൽ നമ്മുടെ ശത്രുവാണ്. അത് വെറും രാഷ്ട്രീയ പ്രസ്താവന അല്ലായിരുന്നു, അത് ഐഡിയോളജി ആയി മാറി. അന്നു മുതൽ ഇന്നുവരെ ഇരു രാജ്യങ്ങളും നേരിട്ട് വലിയ യുദ്ധം നടത്തിയിട്ടില്ല. പക്ഷേ അവർ തമ്മിൽ ഒരു നിഴൽ യുദ്ധം നടത്തുന്നു. നിങ്ങൾ കാണാത്ത യുദ്ധം. ഒരു ദിവസം ഇറാനിലെ പ്രധാന ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെടുന്നു. ആരാണ് ചെയ്തത്? ഒരാളും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ലോക ഇൻ്റലിജൻസ് സർക്കിൾസ് ഒരു പേരാണ് ചർച്ച ചെയ്തത്: ഇസ്രായേൽ. അടുത്ത വർഷം ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി മിസ്റ്റീരിയസ്ലി എക്സ്പ്ലോഡ് ചെയ്യുന്നു. എഗെയിൻ ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ സസ്പീഷൻ തുടരുന്നു. ഇതെല്ലാം കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ കെയർഫുള്ളി പ്ലാൻഡ് ഓപ്പറേഷൻസ് ആണോ? ഇതാണ് ഈ കോൺഫ്ലിക്റ്റ് ഡേഞ്ചറസ് ആക്കുന്നത്. കാരണം ഇവിടെ ഫ്രണ്ട് ലൈൻ ഇല്ല, ബാറ്റിൽ ഫീൽഡ് ഇല്ല, പക്ഷേ യുദ്ധം നടക്കുന്നു. ഇറാൻ ലോകത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം തുടങ്ങി. ഭൂമിയുടെ അടിയിൽ നിർമ്മിച്ച മിലിറ്ററി ബേസസ്. സാറ്റലൈറ്റ് ഇമേജസ് കാണിച്ചത് പർവ്വതങ്ങളുടെ ഉള്ളിൽ ടണൽസ് ഉള്ളതുപോലെയാണ്. മിസൈൽസ് സ്റ്റോറേജ് ഏരിയാസ്, അണ്ടർഗ്രൗണ്ട് ലോഞ്ച് സിസ്റ്റംസ്. ഇറാൻ പറയുന്നു, ഞങ്ങൾ സെൽഫ് ഡിഫൻസ് ചെയ്യുന്നു. പക്ഷേ ഇസ്രായേൽ വിശ്വസിക്കുന്നത് വേറെയാണ്. അവരുടെ അഭിപ്രായത്തിൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്താൽ അത് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഭീഷണിയാണ്. അതുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തു: ത്രെറ്റ് ഗ്രോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് ഡിക്കേഡ്സായി ടെൻഷൻ വർദ്ധിപ്പിച്ചത്. പിന്നീട് കോൺഫ്ലിക്റ്റ് മിഡിൽ ഈസ്റ്റ് മുഴുവൻ വ്യാപിപ്പിച്ചു. ഡയറക്റ്റ് വാറില്ല, പക്ഷേ ഇൻഡയറക്റ്റ് കോൺഫ്ലിക്ട്സ്, സൈബർ അറ്റാക്സ്, ഡ്രോൺ സ്ട്രൈക്സ്, പ്രോക്സി ഗ്രൂപ്പ്സ്, സൈലൻ്റ് റിട്ടാലിയേഷൻസ്. ഒരു ചെസ് ഗെയിം പോലെ. ഓരോ മൂവ് പിന്നിലും സ്ട്രാറ്റജി, ഓരോ സൈലൻസ് പിന്നിലും ടെൻഷൻ. പിന്നീട് റീസെൻ്റ് വർഷങ്ങളിൽ ലോകം ആദ്യമായി ഭയപ്പെട്ടു. കാരണം ഷാഡോ വാർ സ്ലോലി വിസിബിളായി. മിസൈൽസ് ലോഞ്ച് ചെയ്തു, എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ചെയ്തു, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് റീറൗട്ടഡ് ചെയ്തു, മാർക്കറ്റ്സ് ഷെയ്ക്ക് ചെയ്തു, ഓയിൽ പ്രിസസ് റിയാക്ട് ചെയ്തു. ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റ് ഗ്ലോബൽ കൺസേൺ ആയി മാറി. എക്സ്പെർട്സുകൾ പറയുന്നത് ഈ കോൺഫ്ലിക്റ്റ് ഡേഞ്ചറസ് ആകുന്നത് വെപ്പൺസ് കൊണ്ടല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ്. രണ്ട് രാജ്യങ്ങളും വിശ്വസിക്കുന്നത് അവർ ഡിഫെൻഡ് ചെയ്യുകയാണ് എന്ന്. പക്ഷേ ഹിസ്റ്ററി നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? രണ്ട് പക്ഷവും ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ യുദ്ധം ഓൾമോസ്റ്റ് അൺഅവോയ്ഡബിൾ ആകും. ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത് ഒരു ചോദ്യം മാത്രം: നെക്സ്റ്റ് മൂവ് ആരുടേതാണ്? ഒരു തെറ്റായ കാൽക്കുലേഷനോ ഒരു മിസ്ഇൻറ്റർപ്റ്റഡ് സിഗ്നലോ അത് എസ്കലേഷൻ വരെ ഉണ്ടാക്കാം. കാരണം മോഡേൺ വാർ സോൾജിയേഴ്സ് കൊണ്ടല്ല തുടങ്ങുന്നത്, ഒരു തീരുമാനം കൊണ്ടാണ്. ഇസ്രായേൽ ഫിയർ ബേസ്ഡ് സ്ട്രാറ്റജി പിന്തുടരുന്നുണ്ട്. ഇറാൻ ഡിറ്ററൻസ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു. ഇത് പവർ ബാലൻസ് സ്ട്രഗിൾ ആണ്. പക്ഷേ ഡീപ്പർ ലെവലിൽ നോക്കിയാൽ ഇത് ഐഡൻറ്റിറ്റി കോൺഫ്ലിക്ട്സ് ആണ്. എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ്, സർവൈവൽ സൈക്കോളജി. ഒരു രാജ്യം പറയുന്നു, ഞങ്ങൾ ഇല്ലാതാകാൻ അനുവദിക്കില്ല. മറ്റൊന്ന് പറയുന്നു, ഞങ്ങൾ ഭയപ്പെടില്ല. അപ്പോൾ ലോകം എന്തുകൊണ്ട് ഭയക്കുന്നു? കാരണം മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ഐസൊലേറ്റഡ് അല്ല. ഗ്ലോബൽ ഏലിയൻസസ് കണക്റ്റഡ് ആണ്. സൂപ്പർ പവേഴ്സ് വാച്ചിങ്, എനർജി മാർക്കറ്റ്സ് കണക്റ്റഡ്, എക്കണോമിക്സ് കണക്റ്റഡ്. ഒരു സ്പാർക്ക്
ചെയിൻ റിയാക്ഷൻ സൃഷ്ടിക്കാം. അതുപോലെ തന്നെ ഒരു സ്പാർക്ക് ചെയിൻ റിയാക്ഷൻ സൃഷ്ടിക്കുന്നത് പോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ള യുദ്ധം. ചരിത്രത്തിലെ എല്ലാ വലിയ യുദ്ധങ്ങളും ഇങ്ങനെ തന്നെയാണ് ആരംഭിച്ചത്. സ്മോൾ ടെൻഷൻസ്, ഇഗ്നോർഡ് വാർണിങ്സ്, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് എസ്കലേഷൻസ്. ഇന്നും ലോകം വെയിറ്റ് ചെയ്യുകയാണ് സമാധാനം വരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ ഹിസ്റ്ററി റിപ്പീറ്റ് ആകുമോ. സത്യത്തിൽ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വെറും പൊളിറ്റിക്സ് അല്ല, ഇതൊരു ഫിയറാണ്, അല്ലെങ്കിൽ പവർ, ബിലീഫ്, സർവൈവൽ എല്ലാം ചേർന്ന മനുഷ്യ ചരിത്രത്തിലെ പുതിയ ചാപ്റ്ററാണ്. മറ്റൊരു വലിയ സത്യം, ഈ കോൺഫ്ലിക്റ്റ് എന്നും ഒഫീഷ്യലി സ്റ്റാർട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനകം തന്നെ നടക്കുന്നു. ഇൻവിസിബിൾ ബാറ്റിൽ ഫീൽഡിൽ, സൈലൻ്റ് ഡിസിഷൻസിൽ, ഇരൻ ഓപ്പറേഷൻസിൽ ഇത് തുടരുകയാണ്. ഒരിക്കൽ ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻസ് ഈ കാലഘട്ടം പഠിക്കുമ്പോൾ അവർ പറയാൻ സാധ്യതയുള്ള വാക്ക് ഒന്നും മാത്രമാകും: ഇതാണ് ലോകം മാറാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി ചോദ്യം നിങ്ങളോട്: ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കോൺഫ്ലിക്റ്റ് ആണോ, അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ഡെസ്റ്റിനി ആണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തു. കോസ്മിക് ഇടം കാണുന്ന നിങ്ങൾ ഇനി വാർത്തകൾ കാണുമ്പോൾ പുതിയ കണ്ണുകളോടെ കാണും. കാരണം ചില യുദ്ധങ്ങൾ വെടിയൊച്ച കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിരിക്കാം.